പ്രിയമുള്ളവരെ, ദേശാഭിമാനി മുഖപ്രസംഗം ഡിസംബർ 4, 2015. ഇല്ല, കേരളം താങ്ങില്ല. കേരളത്തിനെന്നല്ല, ഒരു നാടിനും ഒരു സമൂഹത്തിനും താങ്ങാൻ പറ്റാത്ത അനുഭവമാണ് ഇത്. സംസ്ഥാനത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഭരണകക്ഷിയിലെ ഉന്നതർക്കുമെതിരെ ഒരു ക്രിമിനൽ കുറ്റവാളി അന്വേഷണ സംവിധാനത്തിന് മുമ്പിലെത്തി അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ക്രിമിനൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പരിതപിക്കുന്നു. സാമ്പത്തിക ആരോപണവും അതോടൊപ്പം ലൈംഗിക ആരോപണവുമാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ വന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് പ്രസിദ്ധീകരിച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്നും പ്രതികരണമുണ്ടായി. UDF ഘടകകക്ഷികളുടെയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെയും അഭിപ്രായമെന്ത് എന്ന ചോദ്യം പ്രതിപക്ഷത്തു നിന്നും ആവർത്തിച്ചുയർന്നു. എന്നിട്ടും ആരോപണത്തിന് മറുപടി പറയാനും ആരോപിതരെ സംരക്ഷിക്കാനും കോൺഗ്രസ് UDF നേതൃത്വത്തിന് കഴിയുന്നില്ല. ഉമ്മൻചാണ്ടിയാകട്ടെ വസ്തുനിഷ്ഠമായ ഒരു വിശദീകരണവും നൽകാതെ ഗൂഢാലോചനയും രാഷ്ട്രീയ ദുരുദ്ദേശ്യവും ആരോപിച്ച് മുഖം രക്ഷിക്കാനുള്ള വിഫല ശ്രമമാണ് നിയമസഭയിലും പുറത്തും നടത്തിയത്. ആരോപണമുയർന്ന് 2ാം ദിവസം ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന ധീരവും മാതൃകാപരവുമെന്ന് സർട്ടിഫിക്കറ്റ് നൽകുകയല്ലാതെ ഏതെങ്കിലും ഒരു ആരോപണത്തിന് മറുപടി പറയാൻ KPCC പ്രസിഡന്റിനും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്ന ഉമ്മൻചാണ്ടിയുടെ പരാതി ശ്രദ്ധിക്കേണ്ടത്. സംസ്ഥാന മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ മാത്രം ഒരു കുറ്റവാളി, അതും കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആൾ വളർന്നോ? എങ്കിൽ ആ കുറ്റവാളിയുടെ വലിപ്പമല്ല, ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ചെറുപ്പമാണ് ചർച്ച ചെയ്യേണ്ടത്. സോളാർ കേസിന്റെ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്നതും പ്രചരിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പാകെ വെളിപ്പെടുത്തിയത്. പോലീസിനെ ഉപയോഗിച്ച് അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും കുറ്റവാളികളെ രക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിച്ചത്. അതിന്റെ നേതൃത്വം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കു തന്നെ. എല്ലാ അന്വേഷണവും അട്ടിമറിക്കപ്പെടും എന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷം അതിശക്തമായി സമരരംഗത്ത് ഇറങ്ങിയത്. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രം സ്തംഭിപ്പിച്ച ഉജ്ജ്വലമായ ബഹുജന മുന്നേറ്റത്തിന് മുന്നിൽ മുട്ടുമടക്കിയാണ് ഉമ്മൻചാണ്ടിക്ക് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ആ അന്വേഷണത്തിനിടെ വരുന്ന ഓരോ തെളിവും ഉമ്മൻചാണ്ടിയെ കേസിന്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്നതാണ്. ഇപ്പോൾ സ്ഫോടനാത്മകമായത് കേസിലെ സാമ്പത്തികേതര കാര്യങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ പങ്കാളിത്തമുണ്ട് എന്ന വെളിപ്പെടുത്തലാണ്. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും കമ്മീഷന് മുമ്പാകെയും വാർത്തകളിലൂടെയും വിവിധ തുറന്നു പറച്ചിലുകളിലൂടെയും തെളിവുകളിലൂടെയും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമായി തോന്നാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇതേ ബിജു രാധാകൃഷ്ണനുമായാണ് മുഖ്യമന്ത്രി സർക്കാർ അതിഥി മന്ദിരത്തിൽ അടച്ചിട്ട മുറിയിൽ രഹസ്യ ചർച്ച നടത്തിയത്. അത് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതാണ്. സോളാർ വിൻമിൽ പദ്ധതികളുടെ പേരിൽ തട്ടിപ്പിന് ഒരുക്കം നടന്നതും അതിന് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗിച്ചതും തർക്കമറ്റ വസ്തുതയാണ്. അതിൽ ബിജു രാധാകൃഷ്ണൻ, സരിത S. നായർ എന്നിവർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പലർക്കും മന്ത്രിമാർക്കും കോൺഗ്രസിലെ അനേകം നേതാക്കൾക്കും ബന്ധമുണ്ട് എന്നതും ആർക്കും നിഷേധിക്കാനാകില്ല. സരിത S. നായരെ അറിയുക പോലുമില്ലെന്ന് ആണയിട്ട മുഖ്യമന്ത്രിയുടെ പൊയ്മുഖമാണ് അതേ സരിതയുമായി പൊതുചടങ്ങിൽ സ്വകാര്യ സംഭാഷണം നടത്തുന്ന ചിത്രം പുറത്തുവന്നപ്പോൾ തെളിഞ്ഞത്. കേസന്വേഷണം നേരാവണ്ണം നടത്താത്തതിന്റെയും തെളിവുകൾ നശിപ്പിച്ചതിന്റെയും ദുരന്ത ഫലമാണിത്. ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പിലെത്തിയാൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന പലതും പറയുമെന്ന് ഉമ്മൻചാണ്ടിക്ക് നേരത്തെ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയിൽ സൂപ്രണ്ടിനെയും മറ്റും നിയോഗിച്ച് ബിജുവിനെ സ്വാധീനിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മുഖം വികൃതമാണ്. സോളാർ പ്രതി സരിത തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, താൻ എല്ലാ പേരും വിളിച്ചു പറഞ്ഞാൽ കേരളം താങ്ങില്ല എന്ന്. അങ്ങനെ വിളിച്ചു പറയാതിരിക്കാൻ വൻതോതിൽ പണമൊഴുക്കി എന്നതിന്റെ തെളിവും ഇതിനകം
ജനങ്ങൾക്ക് മുൻപിലെത്തി. ഒരു ഭരണാധികാരിക്കും എതിരെ ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നിട്ടുള്ളത്. രക്ഷപ്പെടാൻ ഒരു പഴുതും അവശേഷിക്കുന്നില്ല. അധികാരത്തിൽ തുടർന്ന് രക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിന്റെ വ്യാമോഹം മനസ്സിലാക്കാം. എന്നാൽ ഇത്രയും ജീർണിച്ച അവസ്ഥയിൽ ഭരണത്തെ സംരക്ഷിച്ചു നിർത്തുന്ന UDF രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പറയാതിരിക്കാനാകില്ല. കേരളത്തെയും കേരളീയരെയും ഇനിയും ഈ ദുർഗന്ധം കൊണ്ട് മൂടരുത്. ദേശാഭിമാനി മുഖപ്രസംഗം ശ്രവിച്ച ഏവർക്കും CPIM സൈബർ വോയിസിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.